ലീവ് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റൂം വൃത്തിയാക്കാനും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനുള്ളൊരു ദിവസമാണ്. വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ ഉണർന്ന പാട് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്കുള്ള തോർത്തായിട്ട് എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ അനിയനെ തന്നെയാണ്. പിന്നെ ഇത് ഉമ്മാനോടാണ്. ഉമ്മ ഈ ഒരുപാട് ഡ്രസ്സും ഇതൊക്കെ കാണുമ്പോൾ ഉമ്മ വിചാരിക്കും അല്ല അതൊക്കെ ഓന് ഇട്ടിട്ട് അലക്കി തിരുമ്പണ്ടേ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ക്യാൻസലിൽ നിന്ന് കൊണ്ടു തന്നിട്ടുള്ള മിക്സിയല്ല വാഷിംഗ് മെഷീനുണ്ട്. അതിൻ്റെ യാന്ത്രികമായിട്ടുള്ള പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് അക്ബർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ വാഷ്റൂമിൽ കയറുമ്പോൾ ഇന്നലെ അക്ബർക്ക് വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു വാഷ്റൂമൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് കൈയെത്താൻ പറ്റാത്തൊരു ദൂരത്തായിരുന്നു ഷവറിൻ്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അക്ബർക്ക് തന്നെ റെഡിയാക്കിയിട്ട് എനിക്ക് താഴേക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് മെഷീനിലിട്ടു. മെഷീൻ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ റൂം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവാസിയാവണം. എല്ലാവരും പറയുന്നുണ്ട് പ്രവാസത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് ഒരു പോക്ക് അതൊരിക്കലും സാധ്യമല്ല എന്നുള്ള രീതിയിൽ കൂടെ. കാരണം പ്രാരാബ്ദങ്ങൾ കൂടും, ചിലവുകൾ കൂടും. ഇവിടുന്ന് ഇങ്ങനെ ജോലി ചെയ്തിട്ടുള്ള പൈസ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും നടന്നു കഴിയുന്നത് കാണുമ്പോൾ നമുക്ക് ഇവിടെ വിട്ടു പോകാനും പറ്റില്ല. പക്ഷെ ഞാൻ പ്രവാസി ആയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസത്തോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസങ്ങളെ പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ്.